ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓട്സ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ദോശയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് ഓട്സ് എടുത്ത് ഏകദേശം ഒരു കപ്പ് ഓട്സ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ അത് ഒന്ന് കുതിരാനായിട്ട് വെച്ചു. 10 മിനിറ്റ് നേരമായിട്ട് നമ്മൾ വെച്ചുള്ളൂ. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് ഒനിയൻ, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു, അതും അതിനകത്ത് ചേർത്തു, 2 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ. ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തേക്കുന്നത്. ചിരകിയ തേങ്ങയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കിതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ പാത്രം ഒന്ന് കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ദോശയുടെ മാവ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഏതാണ്ട് ഒരുപാട് കട്ടിയിലുള്ള ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് ഇപ്പോൾ ബീൻസ് ഉണ്ടെങ്കിൽ 2-3 ബീൻസ് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ വല്ല ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ഇടാം. അങ്ങനെ നമുക്ക് കുറച്ച് പച്ചക്കറികളോടൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, നമ്മുടെ കയ്യിലുള്ളതൊക്കെയാണ് ഇട്ടത്. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ദോശ ചുട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. രാവിലെ തന്നെ ഓട്സാണ്, നമുക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഓട്സ് കഴിക്കുമ്പോൾ നമുക്കറിയാലോ, ഷുഗർ രോഗികൾക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെറുതെ ഓട്സ് ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ മുട്ടയുടെ ഫ്ലേവറും അതുപോലെ തന്നെ പച്ചക്കറികളുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല രുചിയായിട്ട്. വേണമെങ്കിൽ ഇത്തിരി നെയ്യ് വേണമെങ്കിൽ ഇതിൽ തേച്ച് കൊടുക്കാം കേട്ടോ ചൂടുന്ന സമയത്ത്. അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. നല്ല സോഫ്റ്റ് ദോശയായിട്ടോ, കണ്ടോ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇപ്പം ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്, എസ്പെഷ്യലി ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടു, ഞാൻ ഇച്ചിരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും ബായ്.